ഞാൻ കൃത്യം 8:30 ഞാൻ രാവിലെ ഇവിടെ CTC കൊണ്ടുപോയി അവിടെ മരുന്ന് വാങ്ങുന്ന ഡോക്ടർ എക്കോ എടുത്തു. എക്കോ അല്ല സോറി കൊല്ലത്ത് എന്നിട്ട് വീണ്ടും ട്രോപ്പൈൻ ചെയ്തപ്പോൾ പോസിറ്റീവാണ് 1.6 ഉണ്ടായിരുന്നു. ഈ പേഷ്യന്റിന്റെ നില ക്രിറ്റിക്കലാണെന്ന് അവർ ഞങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് അവിടെ ഇരുത്തരുതെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ 108 ആംബുലൻസ് വിളിച്ചപ്പോൾ അടുത്തെങ്കിലും ഇല്ല. ഞങ്ങൾ കാശുകൊണ്ട് ആംബുലൻസ് ക്രിറ്റിക്കലാണ്, ഒരു സെക്കൻഡ് മുന്നേ നമുക്ക് എത്തിക്കാം എന്നുള്ള ഇതിലാണ് പോയത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഉറപ്പ് കൊടുത്തു, വേണം ഞാൻ ഇങ്ങനെ തന്നെ എത്തിക്കാം, വേണം പോസിറ്റീവായിട്ട് ഇരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നമ്മളെ അവിടെ കാഷ്വാലിറ്റി എല്ലാം കഴിഞ്ഞു. കാഷ്വാലിറ്റിയിൽ ഞങ്ങൾക്ക് തരുന്ന വാർഡ് 28 തന്നത്. അവിടെയും ചെന്ന് ECG എടുത്തു. കാഷ്വാലിറ്റി നമുക്ക് ECG എടുക്കുമ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് ഇതിൽ ECGയുടെ ഇതുണ്ട്. എന്നിട്ട് പറഞ്ഞു വാർഡ് 28 അഡ്മിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, വാർഡ് 28 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറോട് വന്ന് കണ്ടിട്ട് പോയാൽ മതി, അത് കാർഡിയോളജി സെഷനാണ്, ഡോക്ടർ നല്ല എഴുതിയെടുത്തു വാർഡിലോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങളെ വിടുന്നത് 28ാമത്തെ വാർഡ്. ഞാൻ ആ 28ാമത്തെ വാർഡിൽ അഡ്മിറ്റ് ആവുന്നത് കൃത്യം 8:30 ഞാൻ അവിടെ അഡ്മിറ്റ് ആവുന്നത്. ആ ഒരു പേഷ്യൻ്റ് അവിടെ ഇതുപോലെ അവിടെ ആളുകളുണ്ട്, സ്ഥലം പോലും ഇല്ല. കാരണം പുള്ളിക്കാരനെ വീൽ ചെയറിൽ വിളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് വിളിക്കാൻ അറിയത്തില്ല. ഞാൻ അവിടെ ഒരു സ്വീപ്പറാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പേഷ്യൻ്റ് ഒന്ന് എത്തിക്കാമെന്ന് വെച്ചപ്പം അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ വേണം കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് ഉരുട്ടി കൊണ്ടുപോയി. എന്നിട്ട് വാർഡ് 28 ചെന്നപ്പോൾ ഇതുപോലെ ആൾ നിൽക്കുമോ, പുള്ളിക്കാരനൊന്ന് കിടക്കണം. ഞാൻ എന്നിട്ട് ഒരു ഇച്ചിരി മാറ്റിയിട്ട് ഒരു തുണി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ കിടക്കാൻ പറഞ്ഞു. അവിടെ കിടന്ന് 8:30 അവിടെ കിടന്ന മനുഷ്യൻ 1 മണിയായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പിന്നെ അവസാനം എന്നോട് പറഞ്ഞു നീ പോ, ഒരു ഗുളിക പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവസാനം അവിടെ ചെന്ന് ആ ഡോക്ടറിന് എനിക്ക് തോന്നുന്നു റോഹിത് എന്നാണ്. ആ ഡോക്ടറോട് ഞാൻ ചെന്ന് ചോദിച്ചു, ഡോക്ടറെ ഒരു 8:30 ഒരു പേഷ്യൻ്റ് ഇവിടെ കൊണ്ടുവന്നു, വേണു എന്നാ പേര്, അതിങ്ങനെ കേഷീറ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് 2 മണിയായപ്പോഴാണ് ആ കേഷീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആ പേഷ്യൻ്റിനുള്ള മരുന്ന് കൊടുക്കുന്നത്. പേഷ്യൻ്റ് കൊടുക്കുന്ന മരുന്ന് ഞങ്ങൾ BP-യുടെയും ഷുഗറിൻ്റെ ടാബ്ലറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് അലിയാനുള്ള മരുന്നും ഉണ്ടായിരുന്നു. ആ ഒരു ഞാനത് പുറത്ത് പോയാണ് വാങ്ങിച്ചത് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇല്ല അത് പുറത്തുനിന്നാണ്. വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രിയിലാണ് ഈ അറ്റാക്ക്. നമ്മൾ ചെറിയൊരു ഉറുമ്പ് കറിയൊരു വേദനയാണ് പുള്ളിക്കാരൻ മരിച്ച ഗ്യാസിന്റെ ആയിരിക്കാം. നമ്മൾ അങ്ങനെയാണ് CHC ചെന്നപ്പോഴാണ് അറിയുന്നത് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത്. ഞാൻ പുറത്ത് അത് അകത്തില്ല, പുറത്ത് പോകുന്നത്. ഞാൻ പുറത്ത് 2-2:30 സമയത്ത് ഞാൻ പുറത്ത് പോയ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു പോകണ്ട. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഹോസ്പിറ്റലല്ലേ കുഴപ്പമില്ല, ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാനും പോയി വാങ്ങിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇവിടെ. എന്നിട്ട് ഇപ്പം മീഡിയ വൺ വന്നപ്പോൾ അവർ പറയുന്നു എത്തിക്കാൻ 24 മണിക്കൂർ കഴിഞ്ഞു. രാത്രി 2 മണിക്ക് ആ സമയത്താണ് എന്നോട് പറഞ്ഞ വേദന. തൊട്ടടുത്ത ദിവസം 2 മണിക്ക് 24 മണിക്കൂറാകും. 8:30 അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വൈകി എന്ന് പറഞ്ഞു. അതെങ്ങനെയാ വൈകുന്നത്? എന്നിട്ടും ഈ കൊല്ലത്തുനിന്ന് വിടുന്നത് ഈ പേഷ്യന്റ് ക്രിറ്റിക്കൽ ആണ് എന്ന് പറഞ്ഞു. നോക്കിയിട്ട് ആംബുലൻസ് ഞാൻ കാശ് കൊണ്ടായിരുന്നു ആംബുലൻസ് വിളിച്ചു പോയത്. എന്നിട്ടും അവര് പറയുന്നു ടൈം വൈകി പോയെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ എക്കോ എടുത്തില്ല, ആൻജിയോഗ്രാം ചെയ്തില്ല. തിങ്കളാഴ്ച നല്ല തലവേദനയാണെന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നു അവിടെ പോയിരിക്കും, നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്, ഡോക്ടർ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. വീണ്ടും തലവേദന വരുന്ന കൈക്ക് പെരുക്ക് വരുന്നു. ഞാൻ വീണ്ടും ചെന്ന് പറഞ്ഞു ഈ പേഷ്യന്റ് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളൊരു പേഷ്യന്റാണ്, തീരെ വയ്യ, തലവേദന എടുക്കുന്നത്, സംസാരത്തിലൊരു കുഴച്ചിലുണ്ട് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു വന്നാൽ അവിടെ പോയിരിക്കും ഡോക്ടറെ വിളിക്കാം. അവർ എന്നിട്ടാണ് വിളിക്കുന്നത്. ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ വന്നിട്ട് നോക്കുന്നു, ECG എടുത്ത് നോക്കി, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന ഒരു ഗുളിക ചേഞ്ച് ചെയ്ത് തരാം, ആ ഗുളിക ചേഞ്ച് ചെയ്യുമ്പോൾ തലവേദന മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുളിക ചേഞ്ച് ചെയ്തു, വീണ്ടും ടാബ്ലറ്റ് ഇരുന്നു. ഡോക്ടർ തലവേദന മാറിയില്ല. എന്നിട്ടും ആ ഡോക്ടറുടെ പേര് അഭിഷേകനാണ്. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട, ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാൻ. ഇതെല്ലാം ഇവർ വാക്കാൽ പറഞ്ഞത്, അതുകൊണ്ട് ഇവർക്ക് നിഷേധിക്കാം. കാരണം ഇതെല്ലാം ഞാൻ 100% കേട്ടു, ഞാൻ 100% സത്യസന്ധതയോട് പറയുക. കാരണം എനിക്കാണ് നഷ്ടപ്പെട്ടത് അല്ലയോ. അന്നേരം എന്നിട്ട് തിങ്കളാഴ്ച വന്ന് ആ ഡോക്ടർ അഭിഷേക് ഡോക്ടർ പറയുന്ന അച്ഛൻ വിഷമിക്കണ്ട, ബുധനാഴ്ച ആൻജിയോഗ്രാം എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ടും രാത്രിയിൽ വന്ന് ചെക്ക് ചെയ്തു,
ചൊവ്വാഴ്ച വരുന്നു, ചൊവ്വാഴ്ചയും വന്ന് നോക്കിയിട്ട് അച്ഛൻ നാളെ ആൻജിയോഗ്രാം എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ടും രാത്രിയിൽ 9 മണി സന്ധ്യ ആയപ്പോഴത്തേക്ക് ആൻജിയോഗ്രാമിന്റെ ലിസ്റ്റ് വായിക്കുന്നു, പുള്ളിയുടെ പേരില്ല. അത് അറ്റൻഡറോട് പുള്ളിയുടെ പേര് ചോദിക്കുന്നു, സാറേ വേണുവിന്റെ പേര് വരണമെന്ന് ചോദിച്ചപ്പം ഈ ലിസ്റ്റിൽ പേരില്ല, നിങ്ങളുടെ ഡോക്ടറെ ഇതാണോ ചെന്ന് ചോദിക്കാം, അല്ലെ സിസ്റ്ററോട് എന്ന് ചോദിക്കും. സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ആൻജിയോഗ്രാമിന്റെ ലിസ്റ്റ് വായിച്ചു വേണുവിന്റെ പേരില്ലല്ലോ. അതന്നേരം അവർ പറഞ്ഞ് അത് എനിക്കറിയാം